ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജിൽ നിന്നുള്ള 18-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മാഷാ അല്ലാഹ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോകത്ത് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 6 മതവർഗങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയായിരുന്നു. അള്ളാഹു അവരെ പറ്റി പറഞ്ഞത് ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ എന്നാണ്. ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കിടയിലും ഖിയാമത്ത് നാളിൽ അള്ളാഹു തീരുമാനം കൽപ്പിക്കുമെന്നും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാണ് എന്നും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ അവിടെ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഓതിവെച്ച 18-ാമത്തെ ആയത്ത് ഓരോ വ്യക്തിയോടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? അർത്ഥം നോക്കാം. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു, നിശ്ചയമായും അല്ലാഹു അവന് സുജൂദ് ചെയ്യുന്നു. ആര്? മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും. അതുപോലെ വശംസു വൽ ഖമറു, ചന്ദ്രനും നക്ഷത്രങ്ങളും. വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, വന്നുജുമു നക്ഷത്രങ്ങളും, അതുപോലെ വൽ ജിബാലു പർവ്വതങ്ങളും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വശജറു വദ്ദവാബ്, വൃക്ഷങ്ങളും അതുപോലെ ജീവജാലങ്ങളും. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജിബാൽ പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജീവജാലങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നതായി നീ കണ്ടില്ലേ? അത് എന്താണ്? ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വകസീറും മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകളും മനുഷ്യരിൽ നിന്ന് വളരെ കൂടുതലുള്ള ആളുകളും അവന് സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു വരുന്നു എന്നുള്ള വസ്തുത നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വകസീറുൻ ഹഖ്ക അലൈഹിൽ അദാബ്, വളരെ ആളുകളാകട്ടെ അവരുടെ മേൽ അദാബ് ശിക്ഷ അത് ഹഖ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം നമ്മളൊന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനന്നാസ് വകസീറുൻ ഹഖ്ക അലൈഹിൽ അദാബ്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറേ പേരും അള്ളാഹുവിനെ സാഷ്ടാംഗ നമസ്കാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വേറെ കുറേ പേരുടെ കാര്യത്തിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. വകസീറുൻ ഹഖ്ക അലൈഹിൽ അദാബ്. എന്നിട്ട് വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം ഇന്നല്ലാഹ യഫ്അലു മാ യശാ. എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? അള്ളാഹു വല്ലവനെയും അപമാനിതനാക്കുന്ന പക്ഷം വമൻ യുഹിനി,
വമൻ ഒരുവനെ യുഹിനില്ലാഹു അള്ളാഹു അപമാനിക്കുന്ന പക്ഷം ഫമാലഹു അവനില്ല മിമ്മുക്കിരിം ബഹുമാനിക്കുവാൻ വേറെ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു അപമാനിച്ചവനെ ബഹുമാനിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു യാതൊരുവനെ നിന്ദിക്കുന്നുവോ, അഹാന യുഹീനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നിന്ദിക്കുക അല്ലേ. അങ്ങനെ അള്ളാഹു ഒരുവനെ നിന്ദിക്കുന്ന പക്ഷം അവനെ മുക്കിരിമാക്കുവാൻ, അവനെ മാനിക്കുന്ന ഒരാളും അക്രമയുക്കിരിമു മുക്കിരിം അവനെ ബഹുമാനിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ തീർച്ചയായും ചെയ്യുന്നതാകുന്നു. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. അപ്പോൾ ഓരോ വ്യക്തിയോടുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ ഈ ഒരു വചനം ഒരു തെളിവായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തിന് തെളിവായിട്ട്? ഖിയാമത്ത് നാളിൽ മനുഷ്യവർഗങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരുവിധ പ്രയാസവും ഇല്ല എന്നതിന് തെളിവായിട്ട്. 17-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞല്ലോ. ആ 6 വിഭാഗക്കാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ആരായിരുന്നു അവർ? വല്ലദീന ഹാദു വസ്വാബിഈന വന്നസ്വറ വൽ മജൂസ വല്ലദീന അശ്റകു. ഇവരെ പറ്റി നമ്മൾ വിശദീകരിച്ച് തഫ്സീറുകളിൽ നിന്ന് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആദ്യം പറഞ്ഞത് ഇന്നല്ലദീന ആമനു, അതായത് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകരിലും വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന വിഭാഗം. വല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദികളാണ് അല്ലേ. അവർ വഹും അൽ മുൻതസിബൂന ഇലാ മില്ലത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കൂട്ടത്തിലേക്ക്, ആ ഒരു മില്ലത്തിലേക്ക് ചേരുന്നവരാണ്. വസ്വാബിഈൻ എന്ന് പറഞ്ഞാൽ ഹും ഖൗമു യഅ്ബുദൂന നുജൂം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കി. നസ്വാറ എന്ന് പറഞ്ഞാൽ വഹും അൽ മുൻതസിബൂന ഇലാ മില്ലത്തി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേരുന്ന ആളുകൾ. പിന്നെ മജൂസികൾ നമ്മൾ കണ്ടു, അവർ അഗ്നിയാരാധകരാകുന്നു എന്ന്. ഇത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മളെ പ്രത്യേകം അവിടെ പറഞ്ഞു. അപ്പോൾ മുഴുവൻ മനുഷ്യവർഗങ്ങളെയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതിന് ശേഷം പിന്നീട് ഓരോ വ്യക്തികളോടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ത്? അള്ളാഹുവിന് ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാം സുജൂദ് ചെയ്യുന്നു. ഏതാണ് ഈ ആകാശങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ എന്നത് വിശദീകരിച്ചതാണ്. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു വകസീറും മിനന്നാസി ജനങ്ങളിൽ നിന്ന് വളരെ ആളുകളും അവരും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. എല്ലാവരും എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യരെല്ലാവരും എന്ന് പറയാതെ വകസീറും മിനന്നാസി എന്നുള്ള പ്രയോഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിൻ്റെ വിഷയമാണ് പറയുന്നത്? സുജൂദിൻ്റെ വിഷയമാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഈ ഒരു സൂറത്ത് ഹജ്ജിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന 2 സ്ഥലങ്ങളിൽ ഉണ്ട്. അതിലൊന്നാമത്തെ ആയത്ത് ഇവിടെയാണ്. സുജൂദ് തിലാവ നടത്തേണ്ടുന്ന ഒരായത്താണിത്. ഈ സുജൂദിനെ പറ്റി നമ്മൾ പല സ്ഥലങ്ങളിൽ അതിൻ്റെ വിശദീകരണങ്ങളും അതിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളുമെല്ലാം നമ്മൾ പഠിച്ചറിഞ്ഞ ആളുകൾ തന്നെയാണ്. സജദ വജിഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മൾ ഈ സുജൂദിൽ, ഈ തിലാവത്ത് സുജൂദിൽ നമ്മൾ ചൊല്ലാറുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയം സുജൂദാണ് അല്ലേ. സുജൂദിൻ്റെ വിഷയത്തിൽ ഇവിടെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ വായിക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് അനുസരണയുടെ സുജൂദാണ്. അനുസരണയുടെ സുജൂദ് അഥവാ സുജൂദ് തിലാവ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളകളിൽ അല്ലെങ്കിൽ ഇത്തരം ആയാത്തുകൾ നമ്മൾ നമസ്കാരത്തിലൊക്കെ ഓതുന്ന വേളകളിൽ നമ്മളവിടെ സുജൂദ് തിലാവ നടത്താറുണ്ട്. എന്നാൽ കീഴ്വണക്കത്തിൻ്റെ അഥവാ ആരാധനയുടെ സുജൂദുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. പല രൂപത്തിലുള്ള സുജൂദുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്, നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതാണ്, വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും ഈ 2 രൂപത്തിലുള്ള സുജൂദ് ചെയ്യുന്നവരെ പറ്റി
ഇത്തരം സുജൂദ് ചെയ്യുന്ന ആളുകളെ രണ്ടാക്കി തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ തഫ്സീറിൽ അതിൻ്റെ വിശദീകരണം കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ അനുസരിക്കുന്നവരും യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവരും എന്ന്. അള്ളാഹുവിന് പുറമെ മറ്റു വല്ലതിനെയും അതിലേതെങ്കിലും വിധേന പങ്കു ചേർക്കുന്നവർ പ്രത്യക്ഷത്തിൽ മാത്രം സുജൂദ് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അല്ലാത്ത ആളുകളോ അവരാണ് യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യുന്നവർ. അള്ളാഹു പറഞ്ഞു, മനുഷ്യരിൽ വളരെ ആളുകളും വകസീറും മിനന്നാസി എന്ന് പറഞ്ഞതിൽ ഇവരെല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ തീരെ സുജൂദ് ചെയ്യാത്തവരും കാപഢ്യത്തോടും ശിർക്കോടും കൂടി സുജൂദ് ചെയ്യുന്നവരും ശിക്ഷയ്ക്ക് വിധേയരാണ് എന്നാണ് അതിനോട് ആഡ് ചെയ്തുകൊണ്ട് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, വളരെ ആളുകളാകട്ടെ അവരിൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതെ അവൻ്റെ മുമ്പിൽ തലകുനിക്കാതെ ആരുണ്ടോ അവർ നിന്ദ്യനും നികൃഷ്ടനുമാണ്. അള്ളാഹുവിൽ നിന്ന് നിന്ദ്യതയുടെ മുദ്ര അടിക്കപ്പെട്ടിട്ടുള്ളവനെ ഒരു കാലത്തും ഉന്നതിയിലേക്കും മാന്യതയിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് ആരെക്കൊണ്ടും സാധ്യമല്ല എന്നുള്ള വലിയ ഒരു പരമയാഥാർത്ഥ്യമാണ് അള്ളാഹു അതിനോട് ആഡ് ചെയ്ത് പറഞ്ഞത്, കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു യാതൊരുവനെ നിന്ദിക്കുന്നുവോ അവനെ മാനിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് അവൻ കൃത്യമായി ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ചെയ്യുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം ഇവിടെ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാഹു ഈ ആയത്തുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടെടുക്കാൻ സാധിക്കും. ഒന്ന്, അത് അള്ളാഹുവിൻ്റെ മഹത്വം തന്നെയാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗ നമസ്കാരം നടത്തുന്നു അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിലൂടെ റബ്ബിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആയത്തിൽ പറഞ്ഞ മുഴുവൻ സൃഷ്ടികളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ സൂറത്ത് അംബിയ ഒക്കെ പഠിച്ചപ്പോൾ, കഴിഞ്ഞ സിലബസൊക്കെ നമ്മൾ പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ വളരെ വിശാലമായി കണ്ടതാണ് ആ കാര്യമെല്ലാം. പറവകളും അതുപോലെ മലകളുമെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്ന രീതിയിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിനെയെല്ലാം കീഴ്പ്പെടുത്തി കൊടുത്ത രീതിയിലൊക്കെ സൂറത്ത് അംബിയായിൻ്റെ 79-ാമത്തെ വചനമെല്ലാം നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അള്ളാഹുവിന് വേണ്ടി ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും സുജൂദ് ചെയ്യുന്നവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ശിക്ഷ അർഹിക്കുന്നവർ അപമാനിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ തോന്നിയ രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കുമുള്ള ഓരോ കുറ്റങ്ങൾക്കുമുള്ളതിന് ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളതും, അങ്ങനെയുള്ള ശിക്ഷ അർഹിക്കുന്നവർ അവർ അപമാനിക്കപ്പെടും എന്നുമുള്ള ഒരു കാര്യം കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന നല്ലവരിൽ നല്ലവരായ ആളുകളിൽ ഉൾപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ നമ്മളെ അല്ലെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.